ഉർവശി ഇപ്പം ആൾക്കാരുടെ ഒരു രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം, സ്വന്തമായി യാത്ര ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, സ്വന്തമായി കാർ ഓടിക്കുക, ഇതൊക്കെ ഒരു 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 ഫ്രീഡവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ മറ്റ് പഴയ സഹപ്രവർത്തകരും പുതിയ പെൺകുട്ടികളൊക്കെ നന്നായിട്ട് സ്വന്തം കാറെടുത്ത് മാർക്കറ്റ് ഒക്കെ പോകുമ്പോൾ ഒരു മനസ്സിന് വിഷമം തോന്നുന്നില്ലേ? ഓപ്പോസിറ്റ് വണ്ടി വരാത്തൊരു റോഡ് കിട്ടണ്ടേ? അതാണല്ലോ പ്രധാനം. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ നടന്നു വരുന്നില്ല, ഫ്രീ ആയിട്ട് റോഡ് കിട്ടണം. അതിന് ഒരുപാട് നീളവും വീതിയൊക്കെ വേണം. പിന്നെ തടസ്സത്തിനൊന്നും സാധനങ്ങളൊന്നും പാടില്ല. അടുത്തൊരാൾ ഇത് പറഞ്ഞു തരണം. നമുക്ക് കാർ ഓടിക്കണമെങ്കിൽ റൺവേ വേണം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇതാണ് ബീന പോൾ ചോദിച്ചത്. ഇതൊക്കെ എന്ന് പഠിച്ചെടുക്കും എന്നുള്ള. അയ്യോ ബീന ചേച്ചി അല്ലാതെയും ചോദിക്കും. എല്ലാ ഫെസ്റ്റിവലിനും ഒക്കെ വിളിക്കുമ്പോൾ കുറേ വിളിച്ചിട്ടായിരിക്കും ഫോൺ എടുക്കുന്നത്. എന്താ ഉർവശി ഫോണും എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചാലോട്ട് പ്രയോജനമില്ല, വായിക്കത്തുമില്ല. പക്ഷെ ഇപ്പം ഞാൻ മെസ്സേജ് ആരെങ്കിലും കൊണ്ട് കാണിച്ചെടുപ്പിക്കും. ആരെങ്കിലും കൊണ്ട് കാണിച്ചെടുപ്പിക്കുന്നു അല്ല, സ്വന്തമായിട്ട് എടുക്കില്ല. ഒരു കുന്തലാണ്ട മന്ത്രമുണ്ടോ നോക്കൂ എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് വായിപ്പിച്ച് നോക്കും. ഇതിനെന്തെങ്കിലും ഒരു അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതില്ലാത്ത സമയത്ത് നമ്മൾ സമാധാനമായിട്ട് ജീവിച്ചില്ലേ ഈ ലോകത്ത്? ഈ മൊബൈൽ ഫോൺ ഇല്ലാത്ത സമയത്ത് കറക്റ്റ്. ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാല് മനസ്സിന്റെ സമാധാനം കുറച്ചുകൂടി. പ്രത്യേകിച്ച് ആ ഒരു കാര്യം പറഞ്ഞ ഉർവശിയെ പോലെ പ്രശസ്തിയിലും അതുപോലെ പലതരത്തിലുള്ള വിവാദങ്ങളിലും അതും ഇതിലൊക്കെ പെട്ട് ഭയങ്കരമായ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പണ്ടാരം ഒന്ന് നോക്കാതിരിക്കുന്നത് നല്ലത്. അല്ല, സ്റ്റാർട്ടിങ് ഇത് വന്ന കാലം മുതലേ തന്നെ ഇതിനോടൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഇതൊരു ബാധ്യതയായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഇത് ഓർമ്മിച്ച് കൊണ്ടു നടക്കണം. ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തോട് അത് എടുത്തിട്ടുണ്ടോ എന്ന് പിന്നെ ആലോചിക്കണം. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഫോൺ ഇൻഫർമേഷന് വേണ്ടിയിട്ടല്ലേ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളതല്ലല്ലോ. നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. വലിയ സൂക്തങ്ങളൊക്കെ വരുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. സൂക്തങ്ങൾ മണിക്കൂർ കണക്കിന് ഇങ്ങനെ കറി വെച്ചോ ചോറ് വെച്ചോ ഇങ്ങനെയൊക്കെ ചോദിച്ചോണ്ടിരിക്കേണ്ട കാര്യം എന്താ? അതിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയാം, ശരി, ഓക്കെ ഓക്കെ, ഒരു വാചകം പറയാം, അവസാനിപ്പിക്കുക. കത്തിവെക്കുന്ന പരിപാടി ഒന്നും എനിക്കിഷ്ടമല്ല. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് സെൽഫി, അതൊട്ടും ഇഷ്ടമല്ല. അതൊട്ടും ഇഷ്ടമല്ല. പേര് മുഖം കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് നമുക്ക് എന്തോ ചെയ്യാനോ ഒരു പിടിയില്ല. സെൽഫി ആണെന്ന് പറഞ്ഞ് നമ്മളെ തള്ളിയിട്ടേച്ച് എടുക്കുന്നത് എവിടെ എന്ത് ഒരു പിടി കിട്ടും. സെൽഫി എന്ന് പറയുമ്പോഴേ ഞാൻ ഓടും. നമ്മൾ എയർപോർട്ടിൽ ചിലപ്പോൾ മറ്റേ ബാഗ് എടുക്കാതിരിക്കുമ്പോഴേക്കും സെൽഫി, അപ്പൊ ആ ബാഗ് അങ്ങ് പോവും. അത് അവർക്ക് സമയം കിട്ടുന്ന അതെന്താ പറയുക, ക്യാബില്ലേ നമ്മളെ പോകുന്ന ബസ്സില്ലേ, നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകുന്നത്, അതിനകത്ത് നിൽക്കാനുള്ള ബാലൻസേ വലിയ പാടാ. ഇങ്ങനെ 1 മണിക്കൂർ ഫ്ലൈറ്റ് ചെയ്യാതെ നമ്മൾ സുഖമായിട്ട് പോകും. അവിടുന്ന് തിരിച്ച് എയർപോർട്ടിലോട്ട് വരാനുള്ള ഈ ബസ്സിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കണ്ടേ. ഇതിനിടയ്ക്കായിരിക്കും ഈ സെൽഫി. നമ്മൾ 5-6 പേരെ ഇടിച്ചിടിച്ചിരിക്കും. വലിയ പ്രയാസമാണ് കേട്ടോ. സെൽഫി നിരോധിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ഇത് ആവശ്യത്ത് പറയണ്ട, എന്റെ ഒരു ഇത്. അത് ഏറ്റവും അടുപ്പുള്ളവര് മാത്രം ചെയ്യേണ്ടതല്ലേ അത്, ഫ്രണ്ട്സും ഒക്കെ ആയിട്ട്. അത് എന്റെ അടുത്ത് എന്റെ അടുത്തൊരു സിനിമാ സുഹൃത്ത് പറഞ്ഞു, ടോയ്ലറ്റിൽ കയറിയാൽ പോലും സെൽഫി ആണ്, ഒരു രക്ഷയില്ല.